ഗുരുവായൂർ കണ്ണന് ഏറ്റവും പ്രിയപ്പെട്ട കേശവൻ ആനയുടെ ഫോട്ടോ ആണ്. ആരോ ഉപേക്ഷിക്കപ്പെട്ടത് എനിക്ക് സ്ഥലത്ത് കിട്ടിയതാണ്. അപ്പോൾ ഉപേക്ഷിക്കാൻ മനസ്സ് വന്നില്ലേ, ഞാനത് എടുത്തു വെച്ചു. ഞാൻ പറ്റിയൊന്ന് ഫ്രെയിം ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇതിലുള്ള ആളെ എനിക്കറിയില്ല. ഈ ഫോട്ടോ 1974 എടുത്ത ഫോട്ടോ ആണെന്ന് എനിക്കറിയാം. അന്ന് ഞാൻ ജനിച്ചിട്ട് പോലും ഇല്ല. ഞാൻ ജനിക്കുന്നത് 77-ലാണ്. പക്ഷേ ഇങ്ങനൊരു ഫോട്ടോ ആരോ എന്നാലും ഇത്ര കാലം സൂക്ഷിച്ച് വെച്ചല്ലോ. പക്ഷേ ആരോ ഉപേക്ഷിക്കപ്പെട്ട് എനിക്ക് ഫ്ലാറ്റിൽ താമസിക്കുന്ന കാരണം അത് കിട്ടിയപ്പോൾ എന്തെന്നില്ലാത്തൊരു കൗതുകം തോന്നി. അതുകൊണ്ട് ഞാൻ ഈ ഫോട്ടോ എടുത്ത് വെച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്റ്റുഡിയോ കൊണ്ടുപോയിട്ട് ഈ ഫോട്ടോ ഒന്ന് ഇത് ചെയ്ത് വെക്കണം, ഫ്രെയിം ഇട്ട് വെക്കണം എന്നൊരു ആഗ്രഹം എനിക്ക് തോന്നി. കേശവൻ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പന് ഒത്തിരി പ്രിയപ്പെട്ട ആനയായിരുന്നു. പല ചരിത്രങ്ങളും കേശവനെ പറ്റി കേട്ടിട്ടുണ്ട്. കേശവൻ ആനയുടെ പല അത്ഭുതങ്ങളും കാണിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എത്രയോ വർഷം കേശവനാണ് ഇത്ര സീതയിലേക്ക് തടംപെടുത്തുകൊണ്ടിരുന്നത്. കണ്ണൻ അത്രയും പ്രിയപ്പെട്ടതായിരുന്നു. പിന്നെ ഒരു ഏകാദശി നാളിലാണ് ഇത്ര കേശവൻ നമ്മളതിനൊക്കെ വിട്ട് പോകുന്നത്. അതത്രയും വിഷമകരമായ ഒരു വാർത്തയായിരുന്നു എല്ലാവർക്കും കേൾക്കാൻ. അത്രയും പ്രിയപ്പെട്ടതായിരുന്നു ഗുരുവായൂരിലെ കേശവൻ. എല്ലാവർക്കും കേശവൻ എന്ന് പറഞ്ഞാൽ അത്രയും ഇഷ്ടമായിരുന്നു. അത് തന്നെയല്ല ഗുരുവായൂരപ്പനും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ആന. ഇപ്പോൾ എത്രയോ ആനകളുണ്ട്, 10-70 ആന ഗുരുവായൂർ ഉണ്ടായിരുന്നു. ഇപ്പോൾ 40 ആനകളൊപ്പം ഉണ്ട്. പക്ഷെ എത്ര ആന വന്നാലും കേശവൻ്റെ മാതിരി ഒരു ആന ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അത്രയും എല്ലാവർക്കും പ്രിയപ്പെട്ടതായിരുന്നു കേശവൻ ആന. ഈ ആനയിൽ നിൽക്കുന്ന ഫോട്ടോയിലുള്ള ആൾ ആരാന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഈ ഫോട്ടോ കണ്ടപ്പോൾ ഒന്ന് എടുത്ത് വെക്കണം തോന്നി. ഓം നമോ ഭഗവതേ വാസുദേവായ നമഃ.